ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കർണാടക സ്റ്റേറ്റിലെ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ദർശനത്തിന് വേണ്ടി രാവിലെ അവിടെ അങ്ങനെ ഞാൻ ഒന്നും കൂടി അരിയിൽ എഴുതാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മൂന്നാമത്തെ അരിയിൽ എഴുത്താം. വിദ്യാരംഭം വഴിപാടിന് നമുക്ക് 200 രൂപയാണ് വരുന്നത്. അവിടെ പോയിട്ട് ക്ഷീട്ടാം. എനിക്ക് തോന്നുന്നു രാവിലെ മാത്രമേ ഉള്ളൂ. അങ്ങനെ അരിയിലൊക്കെ എഴുതി ഞങ്ങൾ തൊഴുതു. പിന്നെ കുറച്ച് പൂജിച്ച് ചരടൊക്കെ ഇദ്ദേഹമാട്ടോ ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തെന്ന് ഇവിടെ. അങ്ങനെ അതിനുശേഷം നമ്മൾ മഹാലക്ഷ്മി ഹോട്ടലിൽ കയറിയിട്ട് അവിടുന്ന് നല്ല മസാല ദോശയൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂം വിക്കേറ്റ് ചെയ്തിട്ട് ഇനി കുടജാദ്രിക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ട് അതിൻ്റെ അടുത്തുള്ള തോട്ടുകൂടെ പാമ്പ് നീന്തി കളിക്കും. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോയിട്ട് ഇനി കാർ എടുത്തിട്ടാണ് നമ്മൾ കുടജാദ്രിയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ കാറിൽ കുറച്ച് ദൂരം പോയി, പിന്നെ ഒരു പകുതി ആയപ്പോൾ നമ്മൾ ജീപ്പിൽ പോവാണ്. ഇപ്പോൾ ഏകദേശം പകുതിയിൽ നിന്ന് കയറുന്നതുകൊണ്ട് ഇവിടെ 2000 ആയിട്ടുള്ളൂ. ഇതിൻ്റെയും കുറച്ചുകൂടി മേലോട്ടേക്ക് നിങ്ങൾ കാറിലാണ് വന്നെങ്കിൽ കുറച്ചുകൂടി മേലോട്ടേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1500 ഉള്ളിൽ ജീപ്പ് റൈഡ് കിട്ടും. പിന്നെ നിങ്ങൾ അല്ലാതെയാണ് വന്നിട്ടുള്ളെങ്കിൽ 3000 ആവും. എന്തായാലും അതിൻ്റെ ഉള്ളിലോട്ട് ജീപ്പിലേ പോകാൻ പറ്റും, മഹീന്ദ്ര ജീപ്പിലേ പോകാൻ പറ്റും. നിങ്ങൾ ജീപ്പ് കയറി പിന്നെ അവിടെ നമുക്ക് സൈൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്ത് സംഭവിച്ചാൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളെന്തെങ്കിലും പാക്കറ്റ് ഫുഡൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് നമ്പറും അപ്പോൾ അവരൊരു എമൗണ്ട് പറയാതെ നമ്മൾ പേ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പാക്കറ്റൊക്കെ തിരിച്ച് കൊണ്ടുവരാണെങ്കിൽ നമ്മൾ അടച്ച പൈസ തിരിച്ചു തരും. അങ്ങനെ കഴിച്ച് നമ്മളൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് ഇനി മേലെ എത്തിയിരിക്കുകയാണ് ജീപ്പിൽ. നമ്മളിവിടേക്കൊന്ന് തൊഴുതു. ഇനി മലകളൊക്കെ കയറിയിട്ട് വേണം നമ്മൾ ശങ്കരാചാര്യർ തപസ് ചെയ്യുന്ന സർവജ്ഞപീഠത്തിലേക്ക് എത്താൻ. പോകുന്ന വഴിക്ക് ഒരുപാട് വയസ്സായ സ്ത്രീകളൊക്കെ നല്ല ഉഷാറായിട്ട് ഇറങ്ങി പോകുന്നത് കാണാൻ പറ്റും. കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ കാണാം. അപ്പോൾ ആരും ഇത് മിസ്സാക്കരുത്. അയ്യോ, അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. ചില അമ്മമാരൊക്കെ ഭക്തിഗാനം വെച്ചിട്ടൊക്കെ ഇത് കയറുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നവരെ കാണുന്നില്ല, അവർ ഭയങ്കര ബാക്കിലായി പോയി. അങ്ങനെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവരെ കണ്ടു കിട്ടി. ഗൈസ്, അമ്മയ്ക്ക് വെച്ചപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കാൻ പോയത്. ബിസ്കുട്ടൻ്റെ ബാറ്ററി ലോ ആയി ഗൈസ്. ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ആകാശം താഴെ, ഞങ്ങൾ അതിൻ്റെ മേൽ, പിന്നെ ഫുൾ കോടമഞ്ഞായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മൾ എത്തി. നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ തിരിച്ച് മലയിറങ്ങി ജീപ്പിൽ കയറിപ്പോയി. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ മുരുദേശ്വറിലേക്കാണ് പോകാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്ക് പോകാൻ പപ്പ ഇപ്പോൾ ഷർട്ട് വാങ്ങാൻ പോകല, ടീഷർട്ട് വാങ്ങാൻ പോകല. ഇതാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും സെയിം ടീഷർട്ടൊക്കെ വാങ്ങിച്ച് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനൊരു കുളമുണ്ട്. അത് പിന്നെ ഈ ഗോപുരം, ഇതിൻ്റെ പിന്നിലുള്ള ശിവൻ്റെ പ്രതിമയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. കടൽ തീരത്തിനോട് ചേർന്നിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രവേശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ 1 മണി വരെയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം 3 മണി തൊട്ടിട്ട് 8:15 വരെയാണ്. അതിനുശേഷം നമ്മൾ തിരിച്ചിറങ്ങി. ഇനി ഇവിടെ കർണാടകയിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളതാണ് പപ്പാസിൽ ഐസ്ക്രീം. പക്ഷേ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ അത് ക്ലോസ് ചെയ്ത് പോയി. ഇനി രാത്രി നമ്മൾ ഐസ്ക്രീമിനായിട്ട് എടുക്കുകയാണ്. വണ്ടിയൊക്കെ അവിടെ നിർത്തിട്ട് നാളെ വീട്ടിൽ പോകണ്ടടാ. വീട്ടിൽ പോകണ്ട ഐസ്ക്രീം കഴിച്ചാൽ മതി. ബാംഗ്ലൂർ വന്ന ഐസ്ക്രീം കഴിക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു ഐസ്ക്രീം. ബിക്കോസ് മൈ ഫ്രണ്ട് ഈസ് ടോളി ഐസ്ക്രീം പാർലറാണ് കൂടുതൽ. ബാംഗ്ലൂരിൽ ഐസ്ക്രീം പാർലറാണ് ഗൈസ് കൂടുതലുള്ളത്. ഐസ്ക്രീം ഷോപ്സും ക്ലോസ് ആയി. അപ്പോൾ അത്രയോളം നിങ്ങൾ ആദ്യം കണ്ട ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.